ഈശോയുടെ ഏറ്റവും പ്രിയപ്പെട്ട സൗരങ്ങളെ, വിശുദ്ധമായ ക്രിസ്മസ് ദിവസങ്ങളിലേക്കൊക്കെ നമ്മൾ അടുത്ത് പ്രാർത്ഥിച്ചുകൊണ്ടൊക്കെ ഇരിക്കുകയാണ്. നമ്മൾ ബലിയർപ്പിക്കാൻ പോവുകയും ഈശോയ്ക്ക് പുൽക്കൂട്ടിലെ ഉണ്ണീശോയ്ക്ക് നമ്മുടെ രക്ഷകനാഥനുമായ കർത്താവിന് നമ്മുടെ ജീവിതം കൊണ്ട് സമ്മാനമൊക്കെ ഒരുക്കാൻ വേണ്ടിയിട്ടൊക്കെ നമ്മൾ ഒരുങ്ങാണ്. നമ്മുടെ പ്രിയപ്പെട്ട പത്രോസിലിയ പറഞ്ഞൊരു കാര്യം മനസ്സിലോട്ട് നമ്മളൊന്ന് സൂക്ഷിക്കാൻ നല്ലതാണ്. 1 പത്രോസ് 2:9 പത്രോസിൽ ഇങ്ങനെ പറയാണ്: നിങ്ങൾ തെരഞ്ഞെടുക്കപ്പെട്ട വംശവും രാജകീയ പുരോഹിത ഗണവും ദൈവത്തിന്റെ സ്വന്തം ജനവും ദൈവത്തിന്റെ വിശുദ്ധ ജനവുമാണ്. ഒരു വലിയ ഐഡന്റിറ്റി, ഒരു അഡ്രസ്സ് നമുക്ക് പത്രോസ്ലിഹ പറഞ്ഞു തരികയാണ്. അത് ഈശോ നമുക്ക് ഈ ക്രിസ്തുമസിന് പ്രത്യേകമായിട്ട് ഇത് ആഘോഷിക്കുമ്പോൾ നമ്മുടെ ഉള്ളിൽ ഒരിക്കലും മറന്നു പോകാൻ പാടില്ലാത്തൊരു കാര്യമാണ് പത്രോസ്ലിഹയിലൂടെ ഈശോ നമുക്ക് പറഞ്ഞു തരിക. നമുക്കൊരു ഐഡന്റിറ്റി, നമുക്കൊരു അഡ്രസ്സ് ഈശോ തരികയാണ്. എന്തൊക്കെയാണത്? നിങ്ങൾ തെരഞ്ഞെടുക്കപ്പെട്ട വംശമാണ്, രാജകീയ പുരോഹിത ഗണമാണ്, ദൈവത്തിന്റെ സ്വന്തം ജനമാണ്, ദൈവത്തിന്റെ സ്വന്തം വിശുദ്ധ ജനവുമാണ്. നമുക്ക് ഐഡന്റിറ്റി കിട്ടും അല്ലെ? ലോകം നമുക്ക് തന്നൊരു ഐഡന്റിറ്റി ഉണ്ട്. നമുക്ക് നമ്മുടെ ഒരു വീട്ടുപേര്, നമ്മുടെ ഒരു പാരമ്പര്യമുണ്ട്, നമ്മൾ നേടിയെടുത്ത നമ്മുടെ ഒരു അഡ്രസ്സ്, നമ്മുടെ ഗ്രേഡ് എല്ലാം ഉണ്ട്. ഇതൊക്കെ അവിടെ നിൽക്കുന്നു. പക്ഷെ കണ്ടിട്ടുണ്ടല്ലോ ചിലതൊക്കെ അങ്ങ് പോകുന്നത്. ലോകം തന്ന അപ്രീസിയേഷൻസ്, ലോകം തന്ന അപ്രൂവലുകൾ, ലോകം നിങ്ങളെ കുറിച്ച് നല്ലത് പറഞ്ഞത്, ഇതെല്ലാം പോയിട്ടുണ്ട്, പോകുന്നുണ്ട്. നാളെ ചിലപ്പോൾ പോയെന്ന് വരാം. നമ്മൾ നേടിയെടുത്ത നമ്മുടെ സ്റ്റാറ്റസ് ചിലപ്പോൾ നാളെ പോയെന്ന് വരാം. നമ്മൾ ആർജിച്ചെടുത്ത നമ്മുടെ നല്ല പേര് നാളെ ദുഷിച്ചെന്ന് വരാം. നമ്മൾ ഉണ്ടാക്കിയെടുത്ത നല്ല ഇമേജ് നാളെ തെറ്റിദ്ധരിക്കപ്പെട്ടെന്ന് വരാം. ഇതൊന്നും ലോകം തന്ന ഒരു ഐഡന്റിറ്റിയും ചിലപ്പോൾ നിലനിൽക്കാതെ വരും. എല്ലാം പോയേക്കാം. നമ്മൾ വർക്കൗട്ട് ചെയ്തെടുത്ത നമ്മുടെ ശരീരം നാളെ രോഗം ബാധിച്ച് ക്ഷീണിച്ചേക്കാം. നമ്മൾക്ക് സ്ട്രോങ് ആണെന്ന് കരുതിക്കൊണ്ട് നമ്മുടെ മനസ്സ് വലിയൊരു പ്രതിസന്ധി വരുമ്പോഴത്തേനും ഭും എന്ന് പറഞ്ഞ് ചിലപ്പോൾ പൊട്ടിപ്പോയേക്കാം, തകർന്നു പോയേക്കാം. ലോകം തന്നതൊന്നും നിൽക്കുന്നില്ല എന്ന് ഈ ഒരു കുഞ്ഞു ജീവിതം കൊണ്ട് നമുക്ക് എല്ലാവർക്കും മനസ്സിലായിട്ടില്ലേ? നമുക്ക് വേണ്ടത് ഒരു ഐഡന്റിറ്റി, സ്വർഗം തരുന്ന ഈശോ തരുന്ന ഒരു ഐഡന്റിറ്റിയാണ് അല്ലേ? നമ്മുടെ കർത്താവിന്റെ വലിയൊരു കൃപ ഈ സമയത്ത് എല്ലാ കുടുംബങ്ങളിലും കടന്നു വരാൻ നമുക്ക് ആഗ്രഹിച്ച് പ്രാർത്ഥിക്കണം. ഈശോയുടെ ശക്തി കൊണ്ട് കുടുംബങ്ങൾ നിറയണം. പ്രിയപ്പെട്ട മക്കളെ, നിങ്ങൾ എവിടെയായിരുന്നാലും നിങ്ങളുടെ കുടുംബം ഈ സമയത്ത് അനുഗ്രഹിക്കപ്പെടും. നിങ്ങളുടെ ജീവിതത്തിൽ കർത്താവിന്റെ സാന്നിധ്യം ഉണ്ടാവും.